നമ്മൾ പവർഫുൾ ആയിട്ടുള്ള JBL ഒരു സ്പീക്കറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ JBL സ്പീക്കറൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും JBLന്റെ പാർട്ടി ബോക്സിന്റെ വലിയൊരു ലൈനപ്പ് തന്നെയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട് JBLന്റെ പാർട്ടി ബോക്സ് 310 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളത് JBL പാർട്ടി ബോക്സ് സ്റ്റേജ് 320 എന്ന് പറഞ്ഞ സ്പീക്കറാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട 310ന്റെ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വെർഷനാണ്. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോണിയുടെ SRS XV800 എന്ന് പറഞ്ഞൊരു മോഡൽ ബാക്കിൽ ട്യൂറ്റേഴ്സ് ഒക്കെ ആയിട്ട് വന്നായിരുന്നു. പക്ഷെ ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് നോക്കി പോയിട്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് JBL സ്റ്റേജ് 320 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാം JBL ബൈ ഹാർമൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പവർഫുൾ JBL പ്രോ സൗണ്ട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പം ഒരു AI ഇന്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റ് ഷോ ആണ്, കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് 310 എന്ന്. പിന്നെ വരുന്നത് മൾട്ടി സ്പീക്കർ കണക്ഷൻ ആണ്, അതായത് ഓറാകാസ്റ്റ് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഓറാകാസ്റ്റ് എനേബിൾ ആയിട്ടുള്ള എത്ര സ്പീക്കർ ആയിട്ടാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡ്യുവൽ മൈക്കാണ്, അതിൽ രണ്ട് മൈക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതിൽ ഒരെണ്ണം ഡെഡിക്കേറ്റഡ് ഗിറ്റാറിനോ ഇലക്ട്രിക് ഡ്രംസിനോ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് കുറച്ച് ഹെവി ആയിരുന്നു കൊണ്ട് തന്നെ ടെലസ്കോപ്പിക് ഹാൻഡിലും പിന്നെ വീല് കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആക്കിയിട്ടുണ്ട് മുമ്പത്തേക്കാളും. പിന്നെ ഒറ്റ ചാർജിൽ, അതായത് 3 മണിക്കൂർ ചാർജ് ചെയ്ത ഏകദേശം 18 hours ആണ് കമ്പനി പറയുന്നത്. പിന്നെ JBLന്റെ പാർട്ടി ബോക്സ് ആപ്ലിക്കേഷൻ നമുക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ JBL പാർട്ടി ബോക്സ് സ്റ്റേജ് 320. 310 നല്ല ഡിസൈൻ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർ പറഞ്ഞ ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റ് ഷോ എന്ന് പറഞ്ഞതിന്റെ ഇതാണ് ഈ കാണുന്നത്. ഫുള്ള് ലൈറ്റിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറേ LED കാണാം. പിന്നെ ഈ ഫുള്ള് റൗണ്ടിലുള്ള ഒരു 8 പോലത്തെ ആകൃതിയിലുള്ള ലൈറ്റാണ് ഇതിൽ കുറച്ചും കൂടെ എടുത്തു പറയാനുള്ളത്. പിന്നെ അതിലുള്ള പോലെ തന്നെ 240 watts തന്നെയാണ് പവർ ഔട്ട്പുട്ട് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ 2 വൂഫേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ചിൻ്റെ 2 ഡോം ട്യൂട്ടേഴ്സും നമുക്ക് ഈ സൈഡിൽ കാണാം. 2 ഉള്ളെങ്കിലും കിഡിലൻ ക്രിസ്റ്റൽ ക്ലിയർ ഹൈ തന്നെയാണ് ഇത് തരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ JBLന്റെ ലോഗോ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു മാറ്റമാണ്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്വിച്ചിന് പകരം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇതേപോലത്തെ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ലൈറ്റ് ഷോ. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ലൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. മിഡിൽ കാണുന്നതാണ് 310നേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ടെക്നോളജി ആയിട്ടുള്ള ഓറാകാസ്റ്റ് ആണ് ഇത്. അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ട അത് നമുക്ക് പെയർ ചെയ്യാനായിട്ട് ഇതേപോലെ ഓറാകാസ്റ്റ് ഇനേബിൾ ആയിട്ടുള്ള വല്ല അടുത്തുള്ള സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. എത്ര സ്പീക്കർ ഉണ്ടെങ്കിലും, ഒരു 20 സ്പീക്കർ ഉണ്ടെങ്കിലും 10 സ്പീക്കർ ഉണ്ടെങ്കിലും നമുക്കത് പെയർ ചെയ്യാൻ പറ്റും. ഓറാകാസ്റ്റിനെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് വരുന്നത് ബേസ് ബൂസ്റ്റ്, അത് ഓണാക്കാനും ഓഫ് ആക്കാനും പിന്നെ ഡീപ്പ് അല്ലെങ്കിൽ പഞ്ചി ബേസ് നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പവർ ഓൺ ഓഫ് ബട്ടൺ ആണ്. പിന്നെ ഇത് പ്ലേ ആൻഡ് പോസ്. പിന്നെ ഇത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. വോളിയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്രയാണെന്നുള്ളത് കണ്ട. പിന്നെ ഇത് നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ഒരു DJ സെറ്റപ്പിൻ്റെ സൗണ്ടാണ്. നമ്മൾ ഓരോന്ന് നമുക്കിതിൽ അതിൻ്റെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്തിടാം. കണ്ട അതേപോലെ തന്നെ ഇത് മറ്റേ സ്ക്രാച്ച് നമുക്ക് ഈ 3 നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് വോയിസ് വേണമെങ്കിലും കൊടുക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് വോളിയം, ബേസ്, ട്രബിള്, എക്കോ. ഇത് മൈക്കിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ്. നമുക്ക് സോങ് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മൈക്കിൻ്റെ വോളിയം, എക്കോ, ബേസ് അതൊക്കെയാണ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെ പാർട്ടി ബോക്സ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിന്നെ വന്നിട്ടുള്ള ഒരു ചേഞ്ച്. നമുക്കിതിങ്ങനെ അടിയിലേക്കാണ് തുറക്കാൻ പറ്റുക. പഴയതിലെ പോലെ തന്നെ 2 മൈക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരെണ്ണം കണ്ട ഇത് ഗിറ്റാർ അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഡ്രം ഒക്കെ ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. USB കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് വെച്ചിട്ട് നമുക്ക് ഫോണോ മറ്റേ മൈക്കോ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. ഇത് ഓക്സിലറി ഇൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്, ഡെയ്സി ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ 2-3 എത്ര സ്പീക്കർ ഉണ്ടെങ്കിലും നമുക്ക് ഇതിന്ന് ഇന്നെടുത്തിട്ട് അപ്പുറത്തെ സ്പീക്കറിൻ്റെ ഔട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചെയിൻ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു റിമൂവബിൾ ബാറ്ററിയാണ്. കേട്ടോ, നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ബാറ്ററി വരുന്നത്. ഇപ്പോൾ ഏകദേശം 10,000 ഇല്ല 9,500 mAhൻ്റെ ബാറ്ററിയാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഒത്തിരി നേരം നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാണ്ട് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് സെപ്പറേറ്റ് വെബ്സൈറ്റിൽ നിന്ന് ഈ ഒരു ബാറ്ററി മേടിക്കാവുന്നതാണ്. അതൊരു പുതിയ ഒരു ഫീച്ചറാണ്. അതൊരു നല്ലൊരു അപ്ഗ്രേഡാണ്. ഇവിടെ ഒരു എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പവർ കേബിൾ അറ്റാച്ച് ചെയ്യുക. പിന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടെലസ്കോപ്പിക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലോക്കായി ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വീലിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല ഒരു വീലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം.
JBLൻ്റെ ആ സിഗ്നേച്ചർ സൗണ്ട് എല്ലാ സ്പീക്കർ ഓണാക്കുമ്പോഴും ഈ ഒരു സെയിം സൗണ്ട് തന്നെയാണ്. അപ്പം 310ലും 320ലും സെയിം 240 വാട്ട്സ് തന്നെയാണ്, സെയിം സ്പീക്കർ സൈസ് തന്നെയാണ് വരുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് JBL Pro സൗണ്ട് തന്നെയാണ്. പക്ഷേ ഒരു നമ്മൾ ആപ്പിളിൻ്റെ ഹോം പോഡിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഡിസ്റ്റോർഷനൊക്കെ കുറവായിരിക്കും, നല്ല ഡീപ്പ് ബേസ് കുറച്ചും കൂടെ നമുക്ക് ഇതിൽ കിട്ടും. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓറാകാസ്റ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്, അതൊരു വലിയൊരു മാറ്റമാണ്. അതൊക്കെ നമുക്ക് പതിയെ നോക്കാം. ഇനി ഈ ഒരു സ്പീക്കറിൻ്റെ കൂടെ നമുക്ക് പാർട്ടി ബോക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷൻസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് JBLൻ്റെ പാർട്ടി ബോക്സ് ഇത് സ്റ്റേജ് 320, 710, 310 ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് 320യുടെ ഇത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ കണക്ട് ആകുമ്പോൾ തന്നെ ഇതാണ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു JBL 320യുടെ ഒരു ഇമേജ് കാണാം. പിന്നെ ലൈറ്റ് കൺട്രോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ നിയോൺ അവിടെ മാറി കണ്ട, പിന്നെ ലൂപ്പ്, ബൗൺസ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. റാൻഡം വേണമെങ്കിൽ റാൻഡം. ഇത് സെൻറ്ററിൽ ഓണായി, ഈ സൈഡിലുള്ള ഫുൾ LED, മുകളിലുള്ള LED, രണ്ട് സൈഡിലുള്ള LED, ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമുക്ക് കളറ്, ഏതൊക്കെ കളറ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കണ്ട, ഇപ്പോൾ റെഡായി, വൈറ്റ് ആയി, യെല്ലോ ആയി, ബ്ലൂ, അങ്ങനെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിൽ ചൂസ് ചെയ്തിടാം നമ്മളൊരു ഇതനുസരിച്ചിട്ട്. ഇപ്പോൾ ലൈറ്റ് കൺട്രോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, നമ്മൾ ആ സ്പീക്കറിൻ്റെ മുകളിൽ കണ്ട പോലെ. പിന്നെ എഫക്റ്റ് ലാബ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വല്ല സോങ്ങൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം, എന്നാലേ അത് ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും സൗണ്ട് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ സൗണ്ട് എഫക്റ്റ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. നെക്സ്റ്റ് ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യാം. പിന്നെ വോളിയം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്പ് പാനൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പാർട്ടിയുടെ ബട്ടൺസ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ഓരോ ബട്ടൺസ് നമുക്ക് ഇതിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പാർട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതേപോലെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലൈറ്റ് ഷോ ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് പാനലാണത്. പിന്നെ മൈക്ക് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഇത് ഫുള്ള് ഈക്വലൈസർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഓൾറെഡി നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം നമുക്ക് എഡിറ്റ് ചെയ്യാം. 310നേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. 5 ബാൻഡ് ഈക്വലൈസറാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇത് ബേസ് ബൂസ്റ്റ് നമ്മൾ ടോപ്പ് പാനലിൽ കണ്ടത് തന്നെയാണ്. ഇത് ഓഫ് ചെയ്യാം, ഓണാക്കാം. പിന്നുള്ളത് ഡീപ്പ് അല്ലെങ്കിൽ പഞ്ചി, എനിക്ക് കുറച്ചും കൂടെ ഡീപ്പാണ് ഇഷ്ടപ്പെട്ടത് അത്. പിന്നെ പ്രൊഡക്റ്റ് സെറ്റിങ്, ഇതിൽ നമുക്ക് ഇതിൻ്റെ ഗൈഡ്സ് ഫുള്ള് കിട്ടും നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ സീരിയൽ നമ്പർ, പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, പിന്നെ ക്രിയേറ്റ് സ്റ്റീരിയോ പെയർ. അതായത് നമുക്ക് ഇതേപോലത്തെ വേറെ സ്പീക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ പെയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓറാകാസ്റ്റ് വേണമെങ്കിൽ ഓറാകാസ്റ്റ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് വിത്ത് പ്രീവിയസ് മോഡൽ. അതായത് നിങ്ങളിൽ ഇപ്പം 310 അല്ലെങ്കിൽ 710 ഇത് എന്തെങ്കിലുമൊക്കെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മോഡൽസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. മുമ്പ് കണക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ വന്നതിന് ശേഷം ഇതിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ പാർട്ടി ബോക്സിൻ്റെ ആപ്ലിക്കേഷൻ. നമുക്കപ്പോൾ ഒരു സോങ് പ്ലേ ചെയ്തിട്ട് നോക്കാം. ഞാനിപ്പം ആപ്പിൾ TV ആണ് യൂസ് ചെയ്യുന്നത്. ആപ്പിൾ TV ആയിട്ട് നമുക്ക് ഇതൊന്ന് പെയർ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരെ റിമോട്ട് ആൻഡ് ഡിവൈസസ് താഴേക്ക് വരാം. ബ്ലൂടൂത്ത് നേരെ വന്നിട്ട് JBL 320 നോട്ട് കണക്ട് ഡിവൈസ് കണക്റ്റിംഗ്. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നേരെ യൂട്യൂബിൽ പോയിട്ട് ഒരു നോൺ കോപ്പിറൈറ്റഡ് സോങ് വയ്ക്കാമല്ലേ, അതല്ലേ നല്ലത്. MCS ഇവിടെ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സോങ് ഒന്ന് പ്ലേ ചെയ്തിട്ട് നോക്കാം. നിങ്ങൾ ഹെഡ്സെറ്റ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ നേരെ ചില്ലിലാണ് ഇട്ടേക്കണേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ട, നമ്മൾ സോങ്ങിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ വോളിയം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ പറ്റും. പിന്നെ സോങ്ങിനനുസരിച്ചിട്ടാണ് ലൈറ്റ് ഷോ പോകുന്നത്. നമ്മൾ കസ്റ്റം കൊടുക്കാം. വന്ന മാറ്റം കണ്ട. ഇനി ബേസ് ഓൺ ആക്കാം. ഇതിപ്പോൾ ഡീപ്പിലാണ് എടുക്കുന്നത്. ഇപ്പോൾ പഞ്ചിയാക്കി എടുക്കുന്നത്.
കൺട്രോളിൽ പോകാം. എനിക്ക് കളറൊന്ന് മാറ്റി കൊടുക്കാം. ഏകദേശം മറ്റേ ടി വിയുടെ ഇതായിട്ട് മാച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ചെക്കൊക്കെ വരുന്നത്. കമ്പനി പറയുന്നത് 3 മണിക്കൂർ ചാർജ് ചെയ്താൽ 18 മണിക്കൂറോളം പ്ലേ ബാക്ക് കിട്ടുന്നതാണ്. എനിക്ക് അത്രയൊന്നും കിട്ടുന്നില്ല. കഷ്ടി 4-5 മണിക്കൂറാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ പുറത്ത് പോയിട്ട് പ്ലേ ചെയ്യാൻ നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാറ്ററി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും നമ്മൾ പുറത്തൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെ IPX4 സ്പ്ലാഷ് പ്രൂഫാണ്. നമുക്ക് വെള്ളമൊക്കെ തെറിച്ചാലും ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇത് മൈക്ക് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഇവിടെയാണ് മൈക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റൊക്കെ ഓണാകും കേട്ടോ. നോക്കുക കണ്ടോ, ഫുള്ള് ഇത് ഓണായി. മൈക്കൊന്ന് ഓണാക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിനി മൈക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. എനിക്കൊരു പോരായ്മ തോന്നിയത് മൈക്കിൻ്റെ വോളിയം ഇവിടെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസ്, ട്രബിൾ, എക്കോ നമുക്ക് പാർട്ടി ബോക്സിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ മൈക്കിൻ്റെ വോളിയം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ ആയി. ഇപ്പം നമ്മൾ മൈക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ ഉണ്ടല്ലേ മൈക്കിൻ്റെ എഫക്റ്റ് ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മൈക്കിൻ്റെ ബേസ്, ട്രബിള്, എക്കോ ആണ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നോക്കാം. ഹലോ ഹലോ ഹലോ. ഇപ്പം ഞാൻ കുറച്ച് ബേസ് അഡ്ജസ്റ്റ് ചെയ്തു, ട്രബിള് അഡ്ജസ്റ്റ് ചെയ്തു, എക്കോ ഫുൾ ഇട്ടു. ഹലോ ഹലോ ഹലോ. ഇതാണ് മൈക്കിൻ്റെ ഇത് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ മൈക്കിൻ്റെ ഒരു വോളിയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. ഇപ്പം മൈക്കിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം വോളിയം. അത് മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് JBLൻ്റെ പാർട്ടി ബോക്സ് സ്റ്റേജ് 320 വരുന്നത്. ഇപ്പോൾ 310ഉം 320ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പ്രൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് സൗണ്ടും പിന്നെ ഈ ഓറാകാസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ വേണ്ട ആൾക്കാർക്ക് ഈ ഒരു സ്പീക്കറിൽ പോകാമെന്നാണ്. അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇത്തിരി കുറവാണെങ്കിൽ 310ഉം ഇതും തമ്മിൽ നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല സൗണ്ടിലും. അപ്പം 310 ആയിട്ട് കമ്പാരിസൺ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ഡിഫറൻസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. എല്ലാവർക്കും ഗുഡ് ബൈ.